ഹലോ വെൽക്കം ടു ട്രാവൽ വിത്ത് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് അഷ്ടമുടി പോവുകയാണ്. ഞങ്ങൾ പോകുന്ന കാഴ്ചകളും അഷ്ടമുടിയിലെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന അവിടെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കും അറിയത്തില്ല. നമ്മൾ അതൊക്കെ അവിടെ പോയി കാണുന്നതായിരിക്കും. ഞങ്ങൾ ഓൺ ദ വേ ആണ്. പുളിയമ്മല കഴിഞ്ഞു. യെസ്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ട്രിപ്പാണ്. വന്നേ ഇങ്ങോട്ട് വന്നേ. ആരായി കരഞ്ഞോണ്ടിരിക്കുന്നത് വണ്ടിക്കകത്തിരുന്നോണ്ട്? കള്ളക്കരച്ചില് അപ്പേന്ന് വിളിച്ചേ. ഈ പ്രായത്തിൽ അപ്പേന്ന് വിളിച്ചോണ്ടിരുന്നേ അറിയാവോ? അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പേ അപ്പേ കുട്ടി അപ്പേ താങ്ക്സ്. എന്റെ മുത്ത് മുഖമൊക്കെ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് ആളായി. മുഖം നീണ്ടുപോയി. മുത്തിന്റെ മുടി എങ്ങനെയായിരുന്നു എന്നറിയണമെങ്കിൽ എന്റെ പഴയ വീഡിയോസ് പോയി കാണുക. മുടി പോലെ മുഖം നീണ്ടുപോയി. അതെ, സ്ട്രൈറ്റ് ചെയ്ത് മുഖം കുഞ്ഞായിപ്പോയി. പക്ഷെ രസല്ലേ, സുന്ദരിയല്ലേ? മുടിയിൽ പണിത് കഴിഞ്ഞ് കണ്ണാടി എവിടെയുണ്ടോ അവിടെ പോയാൽ മണിമുത്തിനെ കൂടെ പുറകെ ഒരാളെ കൂടെ ഉണ്ട്. എന്റെ കൂടെ ഞാനല്ല ബേക്കുട്ടിയായിരിക്കും. ഡാം തുറന്നു കഴിയുമ്പോ വരുന്ന വെള്ളം. സോറി, നിറയുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി. ബേക്കുട്ടി അത് വലിച്ചാലുണ്ടല്ലോ, അത് കയ്യിൽ നിന്ന് പോകൂടാ. വെള്ളത്തിൽ ചാടിയാലോ? റോഡ് കാണണ്ടേ? അവസ്ഥ ഇതാണ് മക്കളെ. പണി നടക്കുന്നു. ഇവിടെ വലിയൊരു കുഴിയുണ്ട്. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന പാട്ടാണ് ഞങ്ങളുടെ ഫാമിലി സോങ്. തൽക്കാലം മിക്കവാറും ഇതായിരിക്കും അവിടെ എത്തുന്നവർ. വാ, എന്ത് രസമാണ്. മുട്ട ഒന്ന് പിടിച്ചേ നല്ല രീതിയില്. സഹ്യപർവ്വത നിരകളുടെ മുകളിലൂടെയുള്ള യാത്രയാണിത്. കേരളത്തിലെ പ്രകൃതി രമണീയമായ ഇടുക്കി ജില്ലയിൽ മൂന്നാറും പെരിയാറും ഇടുക്കിയും രാമക്കൽമേടുമെല്ലാം ഉൾപ്പെടുന്ന അതിസുന്ദരമായ ഈ ഗ്രാമങ്ങളിലുള്ള യാത്ര വളരെ നയന മനോഹരമാണ്. മുട്ടക്കുന്നുകളിൽ തേയിലച്ചെടികൾ പ്ലാന്റേഷൻ പച്ച വിരിച്ച പോലെയുള്ള അതിസുന്ദരമായ പ്രദേശം. മലകൾക്കിടയിലൂടെയുള്ള ഈ റോഡുകൾ മലകൾക്ക് ഒരു വെള്ളി അരഞ്ഞാണമിട്ടതുപോലെ തോന്നിപ്പിക്കുന്ന അതിസുന്ദരമായ കാഴ്ച ഏവരെയും കുളിരണിയിപ്പിക്കുന്നതാണ്. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞതാ കേട്ടോ. അടിപൊളി, സൂപ്പറപ്പ. അപ്പൊ ആരാന്നല്ല വിചാരിച്ച. മാമലകളും മലനിരകളും പുഴകളും തോടുകളും എല്ലാം നിറഞ്ഞ അതിസുന്ദരമായ ഈ ഭൂപ്രദേശം ഏതൊരു വിദേശിയെയും കടാതാകർഷിക്കുന്നതാണ്. അതിസുന്ദരമായ ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതോ സ്വർഗതുല്യമായ സ്ഥലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയേറെ കണ്ണിന് നയന മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ പ്രദേശത്തിന് ഭൂമിയിലെ സ്വർഗമെന്നല്ലാതെ മറ്റെന്താണ് പറയുവാൻ സാധിക്കുന്നത്? so proud of you, Appa. സഞ്ചാരം 2.0. Guys,
ആ ഫ്രണ്ടിൽ പോകുന്ന ഹുണ്ടായി വെർണ, അതും ഞങ്ങളുടെ ഫാമിലിയാണ്. ഉണ്ണിച്ചേട്ടൻ ആൻഡ് ഫാമിലീസ്. ഈ ചമ്പാത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടുതൽ ജോയിൻ ചെയ്തു അപ്രതീക്ഷിതമായി. അപ്പം കൊണ്ടുപോകും. ഇനി ഒരുപാട് പേര് വരാനുണ്ട്, നമ്മൾ മാത്രമല്ല പോകുന്നത്, എല്ലാരെയും നമ്മൾ പറ്റിപ്പെടുന്നതായിരിക്കും. Stay tuned. Until then, bye. കുട്ടി ഉറങ്ങി ആണോ? ഉറങ്ങി പപ്പ. ചുമ്മാ ഈ റോഡിലൂടെയൊക്കെയാണ് ഞങ്ങൾ കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടൊന്ന് ഗ്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി. കുട്ടിക്ക് കൂട്ടിനാളെ കിട്ടി. അവിടെ ചെന്നിട്ട് കളിക്കാൻ കൂട്ടിനാളുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്ന് ഹൈ ബൈ പറഞ്ഞിട്ട് പിന്നെ യാത്ര തുടങ്ങും. കാണാൻ പോകുന്നത് കുട്ടിക്കാനത്തിനടുത്തുള്ള വളഞ്ചാങ്കാനം വാട്ടർഫാൾസ്. അല്ലെങ്കിൽ നിന്നുമുള്ളിപ്പാറ അതെ എന്ന് മലയാളികൾ പറയും. ഇത് നിന്നുമുള്ളിപ്പാറ. വർഷത്തിലെ 9 മാസക്കാലവും സമൃദ്ധമായി ജലം ഒഴുകുന്ന ഒരു സ്ഥലമാണ് ഈ വളഞ്ചാങ്കാനത്തുള്ള വളഞ്ചാങ്കാനം വാട്ടർഫാൾസ് അല്ലെങ്കിൽ നിന്നുമുള്ളിപ്പാറ. അതായത് മാർച്ച് ഏപ്രിൽ മാസം ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഒരാൾ മൂത്രം ഒഴിക്കുന്ന അത്രയും വാട്ടർ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ടാണ് അതിന് നിന്നുമുള്ളിപ്പാറ എന്ന് പറയുന്നത്. പിന്നെ മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ആനമൂത്രം പോലെയാണ് ഇവിടുത്തെ മൂത്രം, വെള്ളം, ജലം. അങ്ങനെയാണ് ഇതിനെ ആൾക്കാർ വിശേഷിപ്പിക്കാറുള്ളത്. പണ്ടുകാലത്ത് മഹാഭാരത കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് പോയപ്പോൾ പാഞ്ചാലിയോടൊത്ത് ഈ പ്രദേശത്ത് വന്ന് താമസിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ അടുത്ത് ഒരു ഭീമൻ പാറയും ഉണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അവർ വന്ന് താമസിക്കുകയും പാഞ്ചാലിയോടൊത്ത് ശയിക്കുകയും ചെയ്ത പ്രദേശങ്ങളെല്ലാം ഇവിടെ ഈ പ്രദേശത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ നയനമനോഹരമായ ഒരു ദൂരക്കാഴ്ച ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. ഹൈറേഞ്ചിൻ്റെ പല മേഖലകളും ഈ പ്രദേശത്ത് നിന്നാൽ കാണുവാൻ സാധിക്കുന്നതാണ്. നല്ല പച്ച പിടിച്ച പുൽമേടുകളും പാറക്കെട്ടുകളാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് പാഞ്ചാലി മേട്. ഇവിടെ പ്രസവമൊക്കെ നടക്കട്ടോ. നടക്കട്ടെന്നല്ല പ്രസംഗിക്കുന്നു. ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എ വ്യൂ. ഇതെല്ലാം ഞങ്ങളുടെ ഫാമിലിയാണ്. ഇനിയും ഒരുപാട് പേര് വരാനുണ്ട്. എല്ലാവരും ചിരിച്ച് കളിച്ചിരിക്കുന്നൊക്കെ കണ്ട് രസിച്ചിരിക്കുകയും രസമുണ്ട് കേട്ടോ. ഒരുപാട് നാളത്തെ ശേഷം ഇനിയും 2 ഫാമിലികളെ ജോയിൻ ചെയ്യാനുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ വരുന്നതിൻ്റെ സുഖമായി. കൊച്ചിനെ നോക്കണ്ട, എല്ലാവരും കൊച്ചിനെ എടുക്കും, നോക്കും. ഞങ്ങൾ പൊറോട്ട ബീഫ് കഴിക്കുന്നു, ബിയക്കുട്ടി അപ്പം കഴിക്കുന്നു.
അമ്മ ബീബുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നു. ഇവിടെ ഒരാൾ പുറത്ത് ആൽബർട്ടോ പൊറോട്ടയും ബീഫും. ഞാൻ ബീഫ് ചാറ്. ചാറ് മാത്രം കഷ്ണമില്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ സുഖമില്ല. ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രൈവ് തുടങ്ങാൻ പോവുക. റെഡി 1 2 3 ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നല്ല കായലിൻ്റെ വലിയ കായലിൻ്റെ അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തി. ഒരു 5 മിനിറ്റ് 4 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഐലൻഡ് മൺട്രോസ് ഐലൻഡ്, അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ. അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ കായലിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കയറി കിടക്കുന്നു. ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ആൾക്കാർ വിളിക്കുന്നു. ഇപ്പോഴല്ല, കുറച്ചുകൊണ്ട് വിളിച്ചായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്ന വഴിയായത്. കായലിൻ്റെ ഭാഗമൊക്കെ കിടക്കുന്നത് സൈഡിൽ. ഇന്ന് അടുക്കളൊക്കെ in 2 minutes we will reach. ഇതൊക്കെ കാണാൻ കിട്ടും ലേക്ക് ആൻഡ് റിവർ. ശരിക്കുള്ള കായലിൻ്റെ വ്യൂ കാണാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കുറേ ഗസ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു കീയും കിടപ്പുണ്ടല്ലോ. അതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചൂട് എങ്ങനെയായിരിക്കും പുറത്തിറങ്ങിയാലേ അറിയത്തില്ല.